നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീയും അവന്തികേടത്തിയും ഒരുമിച്ച് ഗർഭിണിയായപ്പോ നിങ്ങൾ ഒരാളെ പ്രസവിക്കുമെന്നും അത് ആതിരയാവില്ല എന്നും അവരെന്നെ വെല്ലുവിളിച്ചിരുന്നു. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ആതിരയുടെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി അവന്തിക ആരെയോ കൊണ്ടുവന്നു. അതവസാനം അവന്തികയ്ക്ക് തന്നെ പണിയായി. അതല്ലേ അർച്ചന ഉദ്ദേശിച്ചത്? അതെ, അത് തന്നെയാ നടന്നതും. അച്ഛൻ അവരെ ഇൻസുലിൻ കുത്തിവെച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ അച്ഛന് വയ്യാണ്ടായി. എല്ലാവരെയും ആശുപത്രിയിലേക്ക് തന്ത്രപരമായിട്ട് മാറ്റി. എന്നിട്ട് ആതിരെ ഉപദ്രവിക്കാൻ ആളെ കൊണ്ടുവന്നു. അവന്തികയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നതിൽ എനിക്ക് കുറച്ച് വിഷമമൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ആ വിഷമം ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ കാണിക്കുന്നതില് ഇതുപോലെയുള്ള തിരിച്ചടികൾ കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എടുത്തി, അവര് ചിന്തിക്കും പോലെ നമ്മൾ ചിന്തിച്ച പിന്നെ നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? അവള് ചിന്തിക്കുന്ന പോലെ തന്നെ നമ്മളും ചിന്തിക്കണം. പറ്റുമെങ്കിൽ അതിന് മേലെ ചിന്തിക്കണം. ദേ, ഈ നിൽക്കുന്ന ഇവക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എന്താവുമായിരുന്നു അവന്തികയുടെ സ്ഥിതി? പടക്കം പൊട്ടിച്ച് ആഘോഷിക്കില്ലായിരുന്നോ? ഈശ്വരാധീനം കൊണ്ട് ഒന്നും ഉണ്ടായില്ല. അതാ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളും അവളെപ്പോലെ തന്നെ ചിന്തിക്കണമെന്ന്. ഇവിടുത്തെ സേതു അങ്കിളിനെ കൊല്ലാൻ നോക്കി. ഇവളുടെ കുഞ്ഞിനെ വരെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഇനിയും അവളോട് കരുണ കാണിക്കുന്നതേ മരണത്തെ വിളിച്ച് കേറ്റുന്നതിന് തുല്യ. അനുപേട്ടനെ കള്ളനാക്കാൻ നോക്കിയതും എന്നെ കേസിൽ പ്രതിയാക്കാൻ നോക്കിയതടക്കം എല്ലാത്തിനും അവളോട് ഞാൻ പകരം ചോദിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. നിങ്ങൾ അവളോട് വേണമെങ്കിൽ ക്ഷമിച്ചോ. ഈ നീലയ്ക്ക് അതൊരിക്കലും പറ്റില്ല, ഒരിക്കലും. അച്ഛനെ ചതിച്ച് ആത്മഹത്യയിലേക്ക് പറഞ്ഞു വിട്ടു. ഇപ്പൊ എന്നെ തള്ളിയിട്ട് എന്റെ കുഞ്ഞിനെ. ഇനി ധനുഷ് പറയേ, ഇനി ഞാൻ അവരെ വെറുതെ വിടണോ? വേണ്ട. അവരുടെ ദ്രോഹത്തിൽ നഷ്ടമായത് എന്റെയും കൂടി കുഞ്ഞാ. എന്തുമാത്രം സ്വപ്നം കണ്ടതാ നമ്മള്. ആ സ്വപ്നങ്ങളൊക്കെ പകയായി മാറുമ്പോ അവിടെയുള്ള ഒന്നിനോടും ക്ഷമ വേണ്ട. നീ പറയും, എന്തിനു നിന്റെ കൂടെ ഞാനുണ്ട്? എന്താ ചെയ്യേണ്ടത്? ഇല്ലാതാക്കണം. എണ്ണം പറഞ്ഞ് ഒന്നിനെ പോലും വെറുതെ വിടാതെ എല്ലാത്തിനും തീർക്കണം. ഇനിയൊരു പരമ്പര നെല്ലിശ്ശേരിയിൽ ഉണ്ടാവരുത്. നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിലും അതൊക്കെ തന്നെയായിരുന്നു എന്റെ മനസ്സില്. ഇപ്പോ ആ വാശിയും പകയും കുറെ കൂടി അത്രേ ഉള്ളൂ. ഞാനിനി തിരിച്ച് നെല്ലിശ്ശേരിയിലേക്ക് ചെല്ലുമ്പോ മൂത്ത മകന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതോർത്ത് സേതുമാധവനും പടകളും എന്റെ മുന്നിൽ വിഷമം അഭിനയിക്കും. അവർക്കറിയില്ലല്ലോ അവന്തികയുടെ വയറ്റിൽ വളർന്ന ആ കുഞ്ഞ് നന്ദന്റെ അല്ല ധനുഷിന്റെ ആണെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.